Hi guys. Hi guys. Hi. What to do? Hi guys. This is Azhar. So എന്റെ സൗണ്ട് ചെറുതായിട്ട് ഇടറിയിട്ടുണ്ട്. കാര്യമൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, ഇവിടെ രാവിലെ തൊട്ട് AC ഇട്ടേക്കണാണ്. സോ ഇന്നത്തെ വ്ളോഗ് എന്താ, എന്തോ ചെയ്യാനായിട്ട് അപകീർത്തിപ്പെടുത്താൻ. സോ ഹായ് ഗൈസ്, എന്റെ പേര് അസർ. ഞാനിപ്പോ ആക്ച്വലി കറന്റ്ലി ഉള്ളത് അഹമ്മദാബാദിലാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് ഞാൻ പറയാം. ഇതെന്റെ ഒരുപാട് നാളത്തെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. ഞാൻ ഇന്നലെ ഇപ്പൊ ഒരു ബക്കറ്റ് ലിസ്റ്റിന്റെ വീഡിയോ നിങ്ങളിപ്പോ കണ്ടു കാണും. RCB ഫൈനലിൽ കയറണം, മാച്ച് കാണണമെന്നുള്ളു. സോ ഇതെന്റെ മറ്റൊരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. ഒരുപാട് നാളത്തെ ഒരു സോളോ ആയിട്ട് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോ അഹമ്മദാബാദിൽ നിന്ന് എനിക്ക് ആക്ച്വലി എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊന്നും അറിയില്ല. ഈ വീഡിയോ ഒന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുമെങ്കിൽ എത്രയും നല്ലത്. ഞാനപ്പോ മെയിൻലി പോകുന്നത് ഫസ്റ്റില് അജ്മീറിലേക്കാണ്. അജ്മീറിലേക്ക് പോകുന്ന വേറൊന്നും കൊണ്ടിട്ടല്ല, എന്റെ ഉമ്മച്ചീന്റെ വാപ്പ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എന്തോ ഒരു നേർന്ന ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് അജ്മീർ പോകാം, എനിക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നോട് ചെറുതിൽ പല വട്ടം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളെ സാധിച്ചു തരണവന് ആള് മരിച്ചുപോയി. പക്ഷെ ആൾക്ക് വേണ്ടിയിട്ട് എനിക്കിത് ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ടൈം ഇതായത്. ഇന്ന് 1-ാം തീയതിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആക്ച്വലി ഇന്ന് റിസൈൻ വിട്ടു. എന്നിട്ട് ഞാൻ ഇനി എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് വേറെ ഒന്നിനും തെളിയിക്കാനോ ഒന്നുമല്ല യാത്ര. എനിക്ക് എന്നിൽ കുറെ മാറ്റങ്ങളുണ്ടായി. എനിക്കൊരു മാറ്റം അനിവാര്യമാണ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോക്ക് അനിവാര്യമാണ് എന്നുള്ളത് തെളിയിക്കാനും കൂടിയാണ് ഈ ഒരു യാത്ര. എൻ്റെ ഈ ഒരു യാത്രയിലെ അനുഭവങ്ങളാണ് ഞാൻ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് ഇതാവണേ. കയ്യിലെ പൈസ തീരണവരെയും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് തിരിച്ചു വരണവരെയായിരിക്കും യാത്ര ഉണ്ടാകുന്നത്. ഞാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊന്നും പ്രോപ്പർലി പ്ലാൻഡ് അല്ല. ആകെ അറിയാം നാളെ അജ്മീർ പോകുന്നു. അജ്മീറിന് തൊട്ടടുത്താണ് പുഷ്കർ. രണ്ട് സ്പിരിച്വൽ പ്ലേസസ് ആണ്. അപ്പം രണ്ടും എന്താണെന്നുള്ളത് എനിക്കൊന്ന് കാണണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം അവിടുത്തെ എന്താണ് കാര്യങ്ങളെന്നുള്ളത്. കാരണം എന്തായാലും ഇപ്പോൾ ഇവിടെ നേരെ ബസ്സിലേക്ക് കയറുവാണ്. കുറേ കഥ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്നില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാം, എനിക്ക് ഹിന്ദി അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല, ഫ്ലുവൻ്റ് അല്ല, കുറച്ച് മനസ്സിലാവും എന്നേ ഉള്ളൂ. ഞാൻ പോണ സ്ഥലങ്ങളെല്ലാം ഹിന്ദിയാണ്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. സോ വെൽക്കം ബാക്ക്. ദിസ് ഈസ് യുവർ പാണ്ട അല്ലെങ്കിൽ സർ. ഞാനപ്പോ യൂബറിൽ കയറി. അപ്പൊ ഞാൻ ആളോട് പെർമിഷൻ ചോദിക്കാം, എനിക്കധികം ഹിന്ദി അറിയില്ല. ഞാൻ വീഡിയോ എടുത്തോട്ട് ഞാൻ ചോദിക്കായിരുന്നു അറിയാവുന്ന ഹിന്ദി വെച്ചിട്ട്. ഇത് इट्स नॉट इंग्लिश, मेरा मदर टंग. आई एम फ्रॉम केरला. अच्छा, केरला से साउथ पे. दैट्स व्हाई आई डोंट नो हिंदी. थोड़ा हिंदी मालूम, बड़ा हिंदी नहीं आती है. बढ़िया सर. आपका नाम? मेरा नाम माय नेम चेतन सेजुमल सामनानी. चेतन सेजुमल सामनानी. वेरी हार्ड टू से. चेतन सेजुमन सामनानी. प्लीज टेल मी सम अच्छा प्लेसेस इन राजस्थान. यस. कौन से प्लेसेस? यहाँ अहमदाबाद में पहले से अहमदाबाद नहीं, अहमदाबाद में ऐसी अहमदाबाद लाइक राजस्थान पे कौन सा अच्छा प्लेस? राजस्थान तो सर उदयपुर, जयपुर, जयपुर, जोधपुर, पुष्कर, फिर खाटू श्याम टेम्पल है. मैं मुस्लिम है, इसे नहीं इश्यू. ना कोई इश्यू नहीं सर. कोई इश्यू आपका मेरा नहीं सर. ओके, कोई टेंशन नहीं. कोई टेंशन नहीं. कुछ चाय कॉफी कुछ कोल्ड ड्रिंक्स भी लेना हो, कहीं का रोकना हो गाड़ी तो रोक सकता है सर. ठीक है. यूर सर ट्रस्ट मी, आई एम हिंदू. आई एम सत्संगी समझते हैं सर. सत्संगी मीन्स हम ईश्वर को, ऊपर वाले को मानने वाला. तो आप मेरे गॉड. हाँ, इंसान गॉड है सर, और प्रेम की भाषा समझता है. ठीक है. लव इज लैंग्वेज समझता है. ठीक है. प्यार शिद्दत. हाँ, उसमें सर मजा आता है. ठीक है. अच्छा, सच ए नाइस पर्सन. हाँ सर. विटामिन एम का प्रॉब्लम. विटामिन एम मीन्स विटामिन मनी. प्रॉब्लम. everyone vitamin का प्रॉब्लम. इजीली God trust me. God trust sir. God पे trust विश्वास. Sir benefit my body
कोई प्रॉब्लम नहीं, या यू कैन कोई शुगर नहीं, डायबिटीज है, शुगर नहीं, हार्ट अटैक नहीं, कुछ नहीं। कुछ टेंशन माइंड हाउसफुल। तो आपका घर पे कौन से आदमी लाइक मेंबर्स? मेरे फैमिली में सर आई एम मैं, मेरी वाइफ और मेरी डॉटर। MBA BCom। अच्छा, ओके ओके। अभी जॉब करता है फाइनेंस कंपनी में। हिंदू संस्कृति, हिंदू जो है वहाँ पे अपने पाप धोने जाता है हरिद्वार। ओके ओके पाप ओके। समझते हैं सर? पाप लाइक सिंस, बैड थिंग्स, बैड कर्मा। बैड कर्मा। ओके। जैसे हम लोग मॉर्निंग में नहाते हैं ना सर, हाँ, मैं नहाते हैं, डुबकी लगाते हैं, डुबकी पानी में, गंगा वाटर पे। हाँ, मैं अभी लाइक मेरा ग्रैंडफादर, ओके, इट्स ए गुड पर्सन, ओके, ही टीच मी रामायण, महाभारत। I know Ramayana. I am Muslim, but I know Mahabharata. I know Ramayana. I know Badrinath. I know Brahma. I know everything. I don't have any problem to say Jai Sri Ram. I don't have any problem to say Assalamu Alaikum. Like, people should respect each other. Respect, only respect. That's what we need right now. सर जो आपसे बिगाड़ गए तो मैं कितना टाइम में आई हैप्पी रह पाऊंगा आपसे? बिगाड़ के मीन्स Talking. गलत करके। So you are telling പുള്ളിക്കാരന്റെ പെരുമാറ്റമൊക്കെ ഭയങ്കര ഇഷ്ടം. താങ്ക് യു. പാസഞ്ചർ കയറിയ പാനി. कितना है सर टेम्परेचर अहमदाबाद? वेरी टेम्परेचर. राजस्थान ऑल्सो हाई टेम्परेचर है. टेम्परेचर अയ്യോ. वावाजोड़ा मीन्स तूफान. गुजराती शब्द वावाजोड़ा। बहुत बारिश. ओ वावाजोड़ा. वावाजोड़ा. जोरदार शब्द। ओ वावाजोड़ा. सर भूकंप को हम लोग आज का बोलते हैं? भूकंप मीन्स भूकंप मीन्स धरती, earthquake. earthquake। ओके. in Malayalam it's भूकंपम. भूकंपम. स्वीट सर, आप बहुत स्वीट है सर। मैं लैंग्वेज स्वीट है आपका, लैंग्वेज वॉइस। आई डोंट नो हिंदी, थोड़ा हिंदी वाले. कोई बात नहीं सर, गुड मजा आ रहा है। गुड सर, गुड। नो सर अजहर कुमार। सर कुमार मीन्स हिंदी आ गया और हिंदुओं का आ गया। अजहर खान क्या अजहर पठान? अजहर पठान. അസർ ഖാൻ, ഷാറുഖ് ഖാൻ. ഇവിടെ ഞാൻ പോണ സമയം ഇപ്പൊ ഇവിടെ കൊടുങ്കാറ്റും മഴയും വരണ്ട. അതാണ് ഇവര് तूफान का पूरा नाम क्या है? तूफान वावाजोड़ा आ गए. वावाजोड़ा का रीजन असर है. अजहर इधर, वावाजोड़ा इधर. अजहर इधर, वावाजोड़ा इधर. अजहर है. എന്ന് പുതിയ വാക്കുകൾ പഠിച്ചത്. ഞാൻ പഠിക്കണ വാക്കുകളെങ്കിലും പഠിപ്പിച്ചുതരാം. വാവാജോട, തുഫാൻ, പിന്നെന്താ വിറ്റാമിൻ എം എന്താണ്, വൈറ്റമിൻ മണി. ഇതൊക്കെ ഞാൻ ഒരാളി നമ്മള് ലോകത്ത് ഇങ്ങനെ എത്ര പേരെ ഇങ്ങനെ കുറെ പേരെ പരിചയപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാം അല്ലേ. ഇപ്പൊ ഈ ഒരാളിൽ നിന്ന് മാത്രം എന്തോരം കാര്യങ്ങൾ പഠിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോനായി. വാവാജോടായ മറ്റേ ബസ്സുകാർക്ക് ഗുജറാത്തിയെ മെയിനായിട്ട് അറിയുള്ളൂ, ഹിന്ദി തന്നെ അറിയില്ല. പുള്ളിക്കാരൻ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ തന്നെ ഒരു 3 മിനിറ്റ് വൈകും. നേരെ പോയി ഇനി ബസ്സിൽ കയറാം. ബസ്സിലെ അതാണ് ഞാൻ ജയ്പൂർ പോകാനുള്ള ഓജസ് ബസ്. താങ്ക് യു സോ മച്ച്. വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ ബൈ. ഇത്ര ദിവസം കടുത്ത വെയിലായിരുന്ന അഹമ്മദാബാദാണ് ഞാൻ പോണ ടൈമിൽ തന്നെ മഴ പെയ്താണ്ട. ബിക്കോസ് യു നോ ഐ എം ബർക്കത്ത്. പിറ്റേന്ന് നേരം വെളുത്ത് 9 മണി ഞാൻ ബസ്സിൽ കയറി നല്ല രീതിക്ക് കിടന്നുറങ്ങി പോയി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറെ ദിവസത്തെ ഉറക്കം പ്രോപ്പർ അല്ലല്ലോ. ഐ മീൻ പ്രോപ്പർ ഉറങ്ങുന്നുണ്ടെങ്കിലും പിന്നെ ഇന്നാണെങ്കിൽ കുറെ നടക്കാനും കാര്യങ്ങളുള്ളൂ. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ നല്ല വല്ലത് സീനാവും, ബാധിക്കും. ഞാൻ രാജസ്ഥാനിലെ അജ്മീർ ആണ് ഫസ്റ്റ് പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് ഇനി ഒരു 12 കിലോമീറ്റർ, 15 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അജ്മീർ, അവിടെ നിന്ന് നമ്മൾ പുഷ്കർ, അവിടെ നിന്ന് ബസ് എടുത്ത് ജയ്പൂർ, ഇങ്ങനെയാണ് പോകുന്നത്.
അജ്മീർ പോയാലും ലൈക്ക് എന്താ പറയാ തിരക്കായിരിക്കും എന്താണെന്നൊന്നും എനിക്കറിയില്ല അവിടുത്തെ സംഭവങ്ങൾ. എന്നാലും അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. ഓക്കെ, ഒരു സംഭവമുണ്ട്. ഞാൻ ബസ്സിൽ നിന്ന് എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയില്ലല്ലോ. ഞാൻ ഇറങ്ങിയേക്കണത് ബസ് സ്റ്റോപ്പിലല്ല, ഞാൻ കുറച്ച് മാറി ഇറങ്ങി. ഇവിടെ നിന്ന് അജ്മീറിലേക്ക് എങ്ങനെ പോകണമെങ്കിൽ ഇവിടെ ഒരു ഓട്ടോ പോലും കാണുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ യൂബർ ഉണ്ടാകുന്നില്ല. നോക്കട്ടെ, ഞാൻ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് മാറിപ്പോയല്ലോ. സോ എനിക്ക് ഇവിടെ നിന്ന് മറ്റേ നേരെ ആ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അത് ആ മറ്റേ ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് റൈറ്റ് ആയിരുന്നു ഈ ഇവിടേക്ക് പോകേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ ക്യാബ് യൂബർ ഒന്നും കിട്ടില്ലെന്ന് പറയണത്. സോ ഞാൻ അവിടെ വരെ തിരിച്ചു നടക്കണം. നല്ല വെയിലുണ്ട് ഇവിടെ. വെയിലത്ത് വേണം നടക്കാനായിട്ട്. വെയിലും കൊണ്ട് നടക്കുവാണ് ഞാൻ ആക്ച്വലി. യൂബറൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു മച്ചാൻ ലിഫ്റ്റ് തന്നേക്കുവാണ്. ആരൊക്കെയാണ് അഭിഷേക്. സോ അഭിഷേക് എന്ന് പറയാം, എനിക്ക് ഇവിടെ നിന്ന് ആ പാലത്തിന്റെ അവിടെ എത്തണം. അത് നല്ല ലോങ്, നല്ല വെയിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് റാൻഡമിലേക്ക് ലിഫ്റ്റ് കിട്ടിയാണ്. ചിലപ്പോ ആളിന്റെ കൂടെ പോവാണ്. ഇത് ക്ലൈമറ്റ് വെരി ഹോട്ട്, റൈറ്റ്? ടെമ്പറേച്ചർ പൂരാ ഹോട്ട്. ഇവിടെ മെയിൻ പ്രശ്നം മിക്കവർക്കും ഇംഗ്ലീഷ് അറിയില്ല. എനിക്കാണെങ്കിൽ ഹിന്ദിയും മര്യാദ അറിയില്ല. ഹിന്ദി ഞാൻ ഇത് കഴിയുമ്പോഴേക്ക് പഠിക്കും. ആൾക്കാരോട് സംസാരിച്ചു പഠിച്ചിരിക്കും. അതാണ് എന്റെ മെയിൻ ലക്ഷ്യം. പോവാനുള്ള കറക്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ ആക്കി തരുവാണെന്ന് തോന്നണം കേട്ടാ. ഞാൻ ഉദ്ദേശിച്ചത് ആ പാലത്തിന്റെ അടി വരെ ഇരുന്നു. മച്ചാൻ എന്നെ ഇവിടെ കറക്റ്റ് ഇവിടെ ഏതാ ബസ് സ്റ്റോപ്പ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോവാണ്. ഇത് താങ്ക് യു. ഷെയർഡ് ഓട്ടോയിൽ കയറിയേക്കുവാണ്. ഇതിനകത്താണ് അജ്മീറിൽ പോകുന്നത്. ഇവിടെ കുറച്ച് ആന്റിമാരുണ്ട്. പിന്നെ ആന്റിമാർക്ക് ഭയങ്കര ആളോട്. എനിക്ക് ഇവിടെ ഒന്നും പുതിയൊരു ഫോളോവറിനെ കിട്ടിയേട്ടാ. അപ്പൊ നമുക്ക് സന്ധ്യ പരിചയപ്പെടുന്ന എല്ലാവരും ഭയങ്കര നൈസ് ആൾക്കാരാണ്. ഇവിടെ നിന്ന് ഈ ആന്റിമാരാണെങ്കിൽ ആന്റിമാരൊക്കെ ഫുൾ എന്നോട് സംസാരിച്ചുകൊണ്ട് മറ്റേ ഞാൻ ഇവിടുത്തെ ഇങ്ങനത്തെ ഷെയർഡ് സാധനങ്ങളിലാണ് നമ്മൾ അജ്മീറിലേക്ക് പോണത്. ഓക്കെ, അപ്പൊ ആന്റിമാര് ആദ്യമേ ചോദിക്കണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദി കുറെ മനസ്സിലാണല്ലോ. പിന്നെ ഒരു കണക്കിന് മനസ്സിലാക്കി എടുത്ത് അവർ ചോദിക്കണ മെയിനായിട്ട് ഭാര്യനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭാര്യ ഉണ്ടായിട്ട് പോകും. ഞാൻ കൊച്ചു വെച്ചാന്ന് പറഞ്ഞു. കൊച്ചു വെച്ചെന്നല്ല, എന്നാൽ ഇവിടെ എന്റെ കയ്യില് ക്യാഷ് ഇൻ ഹാൻഡ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ അജ്മീർ ദർഗന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഷെയർ ടാക്സിയിൽ വെറും 20 രൂപയായിട്ടുള്ളൂ. എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഞാൻ മാക്സിമം എൻഹാൻസ് ചെയ്തിട്ടിടാം. പക്ഷെ എനിക്ക് ആദ്യമേ ഒന്ന് ഫ്രഷ് ആവണം. ഇത് എവിടെയാണ്? പിന്നെ കുളിച്ചിട്ട് വേണമല്ലോ പള്ളി കയറാൻ. ആരോടും ചോദിച്ചു നോക്കട്ടെ. ഒരു മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കുളിക്കണം, പല്ല് തേക്കണം. അപ്പൊ അതിനുള്ള സ്ഥലം നോക്കി കിടക്കുവാണ്. റെയിൽവേ സ്റ്റേഷനാണ് പറയണത്. പക്ഷെ ഇവരെന്നെ ഇവിടെയുള്ള ഒരു ആള് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ബാഗ് സേഫ് അല്ല. പിന്നെ ഞാൻ ഇവിടെ അധികം നേരം നിക്കണില്ലല്ലോ. ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നേരെ പുഷ്കർ പോകും. ഇവിടെ റൂം എടുക്കണം ഇഷ്ടമാണ്. അതാണ് പുഷ്കറിൽ നിന്ന് ജയ്പൂർ പോകും. ഞാൻ ഇന്ന് ഇവിടെ നിക്കണേ ഇല്ല. ഈ ബാഗാണ് ഒരു പ്രശ്നമുള്ളത്. ആള് പറഞ്ഞു വെച്ചിട്ടുള്ള സ്ഥലം കയറി നോക്കാം. ഞാനിപ്പോ ഇതാണ് ലാലാജി കഫേയിൽ എത്തിയേക്കണാണ്. ഇത് സഞ്ജയ്. ഓക്കെ, സഞ്ജയ്. അപ്പൊ അങ്കിളിന്റെ അടുത്താണ്. ഇവിടെ 100 രൂപയോളം ഫ്രഷ് അപ്പ് ആവാൻ. പിന്നെ എന്റെ ബാഗാണ് എന്താണെങ്കിലും ഒന്നുകൂടെ സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് തന്നെ ഇത് കണ്ടോ, ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാക്കുവാണ്. ഇതാണ് റൂം വരുന്നത്. ചെറിയൊരു റൂം, വിൻഡോ റൂം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ഓക്കെ മണിക്കൂറാണ് സമയം. എനിക്ക് 100 റുപ്പീസ് ഉള്ളൂ. നേരെ ഫ്രഷ് അപ്പ് ആവണ്ട അതിനകത്ത് കൊടുക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ ഭയ്യ, താങ്ക് യു. എന്തായാലും ഈ 1 മണിക്കൂറിൽ പോയി ഫ്രഷ് ആവട്ടെ. സോ അങ്ങനെ ഞാൻ ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്. വലിയ ഷർട്ടാണ്. അപ്പൊ ഞാൻ നേരെ ഫ്രഷായി. മുട്ടിഞ്ഞ വെയിലാണ്ടാ. സൺസ്ക്രീൻ ഇട്ടിട്ടാ പോകുന്നത്. എങ്ങനെ ഇരിക്കണം, വേറെ ഒന്നുമില്ല. ഇതും കൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവും. പിന്നെ എന്റെ മുടി നല്ല ഇതായതുകൊണ്ട് തൊപ്പിയും മാൻഡേറ്ററി. ഓക്കെ, അപ്പൊ ഇതാണ് കോസ്റ്റ്യൂം. നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നേരെ ഫസ്റ്റിലെ ദർഗയുടെ അകത്തേക്ക് പോകണം. ഭയങ്കര ചൂടാ, സഹിക്കാൻ പറ്റണ. അതിന്റെ അപ്പുറം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ
എനിക്ക് പറയാനുള്ള, ഞാൻ മെയിനായിട്ട് ഈ അജ്മീർ വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നോട് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പ ചെറുതിലോട്ട് ഏറ്റവും കൂടുതൽ പറയണതാണ്, ഇവിടെ ഒരു നേർച്ചയുണ്ട്, എന്നായിട്ട് പോണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ആള് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആള് മരിച്ചുപോയി. സോ അത് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴേലും പോണം. അപ്പൊ ഞാൻ അത് മനസ്സിൽ ഓർത്തതാണ്, എന്നേലും പോണം. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും അതിനകത്തേക്ക് പോവാണ്. ബാഗ് നോട്ടല്ലോ, അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാഗും അതിന്റെ ബാക്കില് എന്റെ ബാക്ക് ബുക്കും എല്ലാം ഇവിടെ ഒരു കടയുടെ റൂം എന്ന ചേട്ടനുണ്ട്, ചേട്ടൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നേരെ അകത്തേക്ക് എന്തായാലും പോയി ദർഗ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം, വേഗം വരാം. ഈ കല്ലേട്ടേഷൻ ഇവിടെ ഉള്ളവര് പറഞ്ഞത് ഫോണ് നല്ല നോക്കണം, എന്നോട് പോക്കറ്റ്, ഞാനത് ബാക്കിലെ പോക്കറ്റിലിട്ടെ അതിലിടരുതും എന്ന് പറഞ്ഞിട്ട് എന്നോട് ആക്ച്വലി പോക്കറ്റ് എടുത്ത് മാറ്റി. കാരണം അവിടെ ഭയങ്കര പോക്കറ്റ് അടിയാന്ന് പറഞ്ഞത്. പള്ളിയാണെങ്കിലും പള്ളീൻ്റെ അടുത്താണ് ഏറ്റാറാൻ പറഞ്ഞവന്മാരുള്ളതെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ എന്തോരം എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതേപോലെ ഒരു മാർക്കറ്റിന്റെ അകത്തൂടെയാണ് കേട്ടോ ഞാൻ പോണത്. അതാണ് ഏറ്റവും റിസ്ക്. ഇതാണ് ദർഗയിലേക്കുള്ള എൻട്രൻസ്. ദർഗയുടെ പുറത്തുള്ള തിരക്കാണ് കേട്ടോ. എൻ്റെ അല്ലോ, ഈ ഒരു തിരക്ക് എങ്ങനെ പോക്കറ്റ് അടിക്കാണ്ടിരിക്കും? അല്ലാത്ത എന്തായാലും പോക്കറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഇതിന്റെ ഇൻസൈഡിലേക്കുള്ള വ്യൂ. ഇത്രയും ക്രൗഡാടാ. ഞാൻ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഈ ഷോട്ടൊക്കെ എടുക്കണേ. ആക്ച്വലി പലതരത്തിലുള്ള ആചാരങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സിയാർത്ത് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ പോകാൻ ഓർക്കണേ. ഈ വെള്ളത്തിൽ വേണോ ഉളു എടുക്കാനായിട്ട്. ഭയങ്കര കലങ്ങിയ വെള്ളം പോലെ. ഇതാണ് ഇവിടുത്തെ പ്രധാന എന്തോ ഒരു നേർച്ചക്കുറ്റി പോലത്തെ സാധനം. അതിൽ കിടക്കണ പൈസ, അരി, ഇതൊക്കെ ആളുകൾ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ്. ഇത് ഇവിടത്തെ ഒരു ദർഗയാണ്. ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന സാംസ്കാരികതയിലെ പലതരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഏത് മതത്തിലായാലും അതിൻ്റെതായ കുറെ വിശ്വാസങ്ങൾ, ഇതെല്ലാം ഇത്രയ്ക്കും ആവശ്യമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ചു നേരം പോയി നേരെ ഞാൻ എന്നിട്ട് ഇനി തിരിച്ചു പോവുകയാണ്. പുഷ്കറിൽ പോകണം എന്നിട്ട് അവിടെ നിന്ന് നേരെ ജയ്പൂരിലേക്ക് പോകണം. ജയ്പൂരിൽ അല്ലെങ്കിൽ ലൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് ആകും, എനിക്കൊരു സാധനവും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ലേറ്റ് നൈറ്റ് എന്തായാലും ജയ്പൂരിൽ നിന്ന് പോകണുള്ളൂ. പക്ഷെ പുഷ്കർ പോയിട്ട് പോകേണ്ട കൊണ്ട് മാത്രമാണ് എനിക്ക് വീണ്ടും ക്രൗഡഡ് ഏരിയ ഞാൻ ക്യാമറ ഓഫ് ആക്കുന്നു. ഈ ടൈമിൽ എനിക്ക് പൂപ്പാനോട് പറയാനുള്ളത്, ഞാൻ ആ നേർച്ച വീട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഉള്ളതിൽ ഇപ്പൊ ഇതാണ് ഒരു ഫുഡായിട്ട് കഴിക്കണത്. പിന്നെ എനിക്ക് വേറെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പേടിയുണ്ട്. വേറെ ബൈ 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 ബൈ. ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ പുഷ്കറിലേക്ക്. ഇനി പുഷ്കർ റാപ്പിഡോ എടുക്കാനാണ് പറഞ്ഞത്. റാപ്പിഡോ ഉണ്ട്, മറ്റേ നോക്കണ്ട. അവിടെയല്ലേ, ഇവിടെയാണ്. ഈ വഴി ചെല്ലുക, റാപ്പിഡോ എടുത്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. റാപ്പിഡോ നോക്കട്ടെ. ഞാൻ അജ്മീറിൽ നിന്ന് നേരെ ഇപ്പോ പുഷ്കറിലേക്ക് റാപ്പിഡോ എടുത്താണ് പോണത്. മറ്റേ ഇവരെ പറഞ്ഞത് റാപ്പിഡോ ഇന്ന് 94 രൂപയായിരുന്നുള്ളൂ. പുള്ളിക്ക് അവിടെ തിരിച്ചു കിട്ടൂല, 150 വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞൊരു 120 എത്തിച്ച്. ബസ്സാണെങ്കിൽ 10-15 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ബസ് എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ റാപ്പിഡോ ഡ്രൈവർ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. Normally, I will do charges 500. Okay, all visited. Okay. Then also drop here to bus stand in Ajmer. Where are you going? Okay. I will to show the. Okay, you want to food good food. I will to wanna show you to a good restaurant. Okay. Don't worry. But have them charges 500. What will you give the best? No, you tell me the price. That's enough. Give me 400. Okay, the best price. I'm doing video, so say hi. Hi, brother. Hi, brothers and sisters. Hi, Both brother. are watching. Hi, brothers and sisters. You come to the Pushkar. Okay, I will see you in the good visit the Ajmer Pushkar also dumping yard. Yeah, we are seeing Pushkar. നമ്മൾ റാപ്പിഡോ എടുത്തിട്ടാണ് ആക്ച്വലി വന്നത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കറങ്ങി അങ്ങനെ ടൈം പോകുന്നു. പിന്നെ ജയ്പൂരിൽ നിന്ന് ഇവിടെ നിന്ന് ബസ് നോക്കുമ്പോ 4 മണിക്കൂറുണ്ട്. അപ്പൊ ബെറ്റർ ഐ വിൽ ഗോ ഫ്രം അജ്മീർ ടു ജയ്പൂർ ഇൻ via train, right? No, good bus have the good. Bus is good, but bus showing 4 hours. Train like 2 hours only. No, bus also have the bus and the 2 hours. Bus is showing 4 hours. No. Who's tell? 2 hours only. 2 hours only. Max 2 hours or 15 minutes. It's a Volvo. പുഷ്കറിലേക്കുള്ള വഴി നോക്കി എന്ത് രസമാണ് കാണാൻ.
ഭയങ്കര ഗ്രാമീണ ഭംഗിയാണ് കേട്ടാ. ഭാഗ്യം ആൾക്ക് ഇംഗ്ലീഷ് അറിയാം, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഈസിയാണ്. രക്ഷപ്പെട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ നാട്ടിലൊക്കെ പോയതില്ലേ ഈ തണലില് പശുക്കള്, ആളുകള് റെസ്റ്റ് എടുക്കണത്, ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. പുഷ്കർ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, കുറച്ച് ലോകം ഉണ്ട്, നേരെ തൊട്ടടുത്താന്നാ. എന്റെ തൊപ്പി തലേന്ന് മറന്നുപോയി. അപ്പൊ അവരെനിക്ക് ആക്ച്വലി തൊപ്പി എടുത്തിട്ട് വരുന്നുണ്ട്. പുഷ്കർ തുടങ്ങുവാണ് ഇവിടുന്ന്. എന്നെ പോലെ വേറെ കുറച്ച് വ്ളോഗേഴ്സ് അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പുഷ്കറിലെ ഒരു ഗുരുദ്വാരയാണ്, ഇതിനകത്ത് കയറാൻ കഴിയുമെന്ന് അറിയില്ല. ഡൊണേഷൻ we can go inside. No, Yeah, going to no problem. But because inside they have the clothes. okay. Going to there here. ഇത് ഇവിടത്തെ ഒരു ഗുരുദ്വാരയാണ് കേട്ടോ. അതൊരു കുപ്പായിരിപ്പുണ്ട്. അറിയാവോ, ഇതൊരു ഭയങ്കര വെയിലാണ് കേട്ടാ. പുള്ളി പറഞ്ഞത് ഇതൊരു ഗുരുദ്വാരയാണ്. ഈ ഗുരുദ്വാരയില് ലൈക്ക് ഫുഡ് എല്ലാ ദിവസവും ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും ഫുഡ് വന്ന് കഴിക്കാൻ പറ്റും. അതിൽ ഗുരുദ്വാരയിൽ എന്താ ഫുഡ്, നമുക്കൊന്ന് ഫുഡ് കഴിച്ചു നോക്കാം. ലൈക്ക് എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ടായി. ലെറ്റ്സ് ട്രൈ. കാല് കഴുകണം ആദ്യം. ഓക്കെ, ഷൈമിലേക്ക് പുള്ളു കൊടുക്കണം പോലെ. ഞാനൊരു ഗുരുദ്വാരയിൽ കയറാൻ പോവാ. അപ്പോൾ അവിടെ കയറണമെങ്കിൽ അവരുടെ കുറച്ച് ആചാരങ്ങളുണ്ട്. അപ്പം ഇത് ഞാൻ എടുത്ത റാപ്പിഡോ കാരണം, പക്ഷെ പുള്ളി എൻ്റെ കൂടെ വ്ളോഗ് ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് ഇപ്പോൾ കൂടി. ചെരുപ്പൊക്കെ നമുക്ക് ഉതുവൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ആയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇവിടെ എന്തോ ഫുഡ് കാര്യങ്ങളൊക്കെ ആർക്കും വന്നാലും കൊടുക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എനിക്ക് കയറാൻ പറ്റുമെന്ന്. കാരണം അങ്ങനെയൊന്നും കുഴപ്പമില്ല, ആർക്കും വേണമെങ്കിലും വരാം, കയറാം, കഴിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ഫുഡൊന്ന് നോക്കാൻ വേണ്ടി പോവാം. പുഷ്കറിൽ വന്നിട്ട് അതിന് അധികം ടൈം കളയുന്നില്ല, ജയ്പൂരും പോകണമല്ലോ. നല്ല ആള്, നല്ലൊരു ആളെ എനിക്ക് കിട്ടിയ. ഗുരുദ്വാരയിൽ ഫുഡിൻ്റെ കാര്യങ്ങളുടെ സെറ്റപ്പ് വരുന്നത്, നമ്മൾ പ്ലേറ്റ് കാര്യങ്ങൾ. യാ, താങ്ക് യു. പിന്നെ ഒരു ഗ്ലാസ് ഇതുണ്ടാവും. എന്താ ഫുഡ് എന്നുള്ളത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് റൈസാണ് വരുന്നത്, പിന്നെ ഇത് കഴിഞ്ഞ് പയർ, ദാൽ പോലത്തെ ഇദ്ദേഹമാണ് നമുക്ക് ഫുഡ് പറയുമ്പോൾ തന്നെ. പിന്നെ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടാണ് വാങ്ങാൻ. പഞ്ചാബി ആണ്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് ബട്ടർ മിൽക്കും കിട്ടും. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് ആലോചിക്കണേ. നല്ല ഫുഡ്, ഓരോ ദിവസം ഓരോ ഫുഡായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ കുക്ക് ചെയ്യണം ഈ വെജിറ്റബിൾസ്, പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ ഒരു കടകളിൽ നിന്ന് വാങ്ങണമല്ലോ. ഇതിൻ്റെ ബാക്കിൽ കൃഷി ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്നെ. അതാണ് അപ്പോൾ ഏറ്റവും സേഫായിട്ട് കഴിക്കാവുന്ന ഏറ്റവും ഹെൽത്തി ഫുഡാണ് സത്യം പറഞ്ഞാൽ. നല്ല ഫുഡ്. ഇത് മോരാണ് നമ്മുടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത്, ദിസ് ഈസ് പുഷ്കർ ലേക്ക്, റൈറ്റ്? പുഷ്കർ ലേക്ക്. ഈ പുഷ്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ഭയങ്കര ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇപ്പൊ ഹിന്ദു മതപരമായിട്ടും സിഖ് മതപരമായിട്ടും അവർക്ക് എല്ലാവർക്കും വിശ്വാസങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ലേക്കിന്റെ ചുറ്റും ആണ് ഈ ഒരു നഗരത്തിന്റെ പല വിശ്വാസങ്ങൾ, സാംസ്കാരികത കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ അതിന്റെ മേലൊരു അമ്പലമുണ്ട്, സാവിത്രി ടെമ്പിൾ. നാട്ടില് ആലുവ മണപ്പുറത്ത് മരിച്ചിട്ട് ഇതാക്കൂലേ, അതേപോലെ തന്നെ മരിച്ചവരുടെ ഒഴുക്കോട്ട അതുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ് ഈവനിങ്ങൊക്കെ ഇരിക്കാൻ അല്ലേ. കുടിക്കാനായിട്ട് വേണ്ട ഇതേപോലെ ഒരു വെള്ളപാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കാണെങ്കിൽ കുടിക്കുക. കുജയിലായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. സൺസെറ്റ് ടൈമിലായിരുന്നെങ്കിൽ സൂപ്പർ ആയാനായിട്ട്. ഇത് സൺസെറ്റിലാണെങ്കിൽ അടിപൊളിയായ വ്യൂ ഒന്നും. ഇപ്പം ഞാൻ പുഷ്കറിലെ ഒരു ഇൻസൈഡ് മാർക്കറ്റിൽ കൂടെയാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിക്കുന്നതാണ്. ഈ മറ്റേ എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ഉള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഡ്രസ്സ് എക്സ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ മാർക്കറ്റൊക്കെ വരുന്നത് ഈ ലേക്കിൻ്റെ ചുറ്റും തന്നെയാണ്. നമ്മളവിടെ നോക്കി കണ്ടോ, ലേക്ക് കാണാം. പിന്നെ ഈ ചെരുപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലും ഗേൾസിൻ്റെ പ്രൊഡക്ട്സ് ആണ് വരുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് തന്നെ മേടിച്ചു. ഇവിടെയുള്ള മറ്റേ സ്ത്രീകളുടെയൊക്കെ ഡ്രസ്സിങ് ആണ്, അതായത് രാജസ്ഥാനികളുടെ തനത് ഡ്രസ്സിങ് ആണ്
ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സാരിയോ അങ്ങനെയൊന്നുമല്ല. പണ്ടത്തെ ഉമ്മമാരെ പോലത്തെ മറ്റേ എന്താ പറയാ അങ്ങനത്തെ ഒരു ഡ്രസ്സില്ലേ നമ്മളുടെ അല്ല, രണ്ടേറിലെ ഒരു ഡിഫറെന്റ് സ്റ്റൈൽ. ഈ ഒരു ഇതിന്റെ അകത്തൊരു അമ്പലമാണ്. ശരിക്കും അവിടെ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതാണ്. ആക്ച്വലി ഈ ഒരു അമ്പലമാണ് ലോകത്തിലെ ഏക ബ്രഹ്മാവിന്റെ അമ്പലമായിട്ടുള്ളത്. ഓക്കെ, ബാക്ക് സൈഡിൽ നിന്ന് വ്യൂ ഉണ്ടാവും, ഞാൻ നോക്കട്ടെ. Yes, كيف حالك حبيبي؟ الحمد لله زين. شو اسمك انت؟ മൂർഖനെയാണല്ലോ ദൈവമേ ചവിട്ടിയത്. ആളെ ദുബായില് 12 കൊല്ലം 2 കൊല്ലം ആഫ്രിക്കയിലൊക്കെ നിന്നതാ. നമ്മള് പിന്നെ കളിച്ചിട്ട് കാര്യമുള്ള സീനാണ്. പക്ഷെ എനിക്ക് കിടിലൻ ആളെ കിട്ടിയത് കേട്ടോ. മലയുടെ വില കാണുന്നതാണ് സാവിത്രി ടെമ്പിൾ. നമ്മളിപ്പോ ആക്ച്വലി ഉണ്ടല്ലോ ഒരു ഡെസേർട്ട് ഉണ്ട് ഇതിന്റെ ബാക്കില്. സോ നമ്മള് മരുഭൂമി, ഞാൻ ഇതുവരെ മരുഭൂമി നേരിട്ട് കണ്ടിട്ടില്ല. താർ കിധർ പേ ഭയ്യ? कौन सा? तार डिसर्ट. Thar desert. हाँ. Thar desert ये टू व्हीलर नहीं जाएगा. Not far, but have the near. This two wheelers not going. ഓ അതാണ്. ഈ വണ്ടി തന്നെ ഇത് തന്നെ പാളി പോണാണ്. പിന്നെ ഞാനിത് എന്തായാലും മൂപ്പരെ എടുത്താൽ നന്നായി, അല്ല ഇവിടെയൊക്കെ നടന്ന് ഞാൻ ഇപ്പൊ കണ്ടു തീരാന്. പിന്നെ ഞാൻ മേളില് ഞാൻ കേറിയില്ല. നിങ്ങൾ തന്നെ നോക്കിയേ എന്തോരം നടക്കാനുണ്ട്. അല്ലെ കേബിൾ എടുക്കണം. പിന്നെ ടൈം കളയണ്ടെന്ന് പറഞ്ഞു വേഗം പുഷ്കർ തീർത്തിട്ട് ജയ്പൂർ പിടിയാണോ. ഞാനിപ്പോ ആക്ച്വലി നിൽക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. ഇതാണ് പുഷ്കർ ഡെസേർട്ട്. പാവൻ എല്ലായിടത്തും കൊണ്ടേ കാണിക്കുന്നുണ്ട് കേട്ടാ. പാവുണ്ടല്ലേ. നോക്കിയേ, വേറെ അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷെ വെയില്, ഞാനിത് ട്രിപ്പ് കഴിയുമ്പോഴേക്ക് ഒരു കോല പോകും എന്തായാലും. ഐ എം എൻജോയിങ് എവറിത്തിങ്. ലൈക്ക് ഐ ക്യാൻ ഫൈൻഡ് പീസ് ഫ്രം ദിസ് ട്രാവലിംഗ്. ഐ എം ട്രാവലിംഗ് അലോൺ റൈറ്റ് നൗ, ബട്ട് ജിന്ദഗി അച്ഛാ. ഞാൻ ബയ്യാനാട് ബൈ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് അടുത്ത ബസ്സിൽ കയറുവാണ്. 8 ദിവസം കൊണ്ട് എൻ്റെ മുഖം ടാനടിച്ച് ഇങ്ങനെ. ഞാനിപ്പോ ഇവിടെ നേരെ ജയ്പൂരിലേക്ക് ബസ് കയറിയേക്കാണ്. ഓക്കെ, ഇതിന് സ്റ്റാൻഡിലെത്തിയ പാടെ തന്നെ ഒരു AC ബസ് ഉണ്ടായിരുന്നു. എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ട് AC ബസ് ഉണ്ടാവും. ഈ ചൂടത്തിന് മറ്റേ ബസ്സിലും കൂടി കയറണത് ഇവിടെ തലവേന എടുത്തിട്ടല്ല, എൻ്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയി. അങ്ങനത്തെ ഇതില് അത്ര ചൂടാ ഇവിടെ. എന്തായാലും ഞാൻ ഇന്നുകൊണ്ട് രാജസ്ഥാൻ വിടുവാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, രാജസ്ഥാൻ അടിപൊളിയാണ് സംഭവം. കാണാൻ കുറെ കാര്യങ്ങളുണ്ട്. ഭയങ്കര വലിയ സ്റ്റേറ്റ് ആണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറം എന്താ പറയാ, ചൂട്. നമുക്ക് തണുപ്പുള്ള ടൈം ഇനി ഒരു ഡിസംബർ ടൈമിലൊക്കെ വരാം. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. നമുക്ക് എന്നാലും ജയ്പൂർ ആദ്യം പോകണം, എന്നിട്ടായിരിക്കും അടുത്തത്. ഞാൻ മെയിൻലി വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണത് ഇതേപോലെ എന്തെങ്കിലും ടൈം കിട്ടുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര ടൈം കിട്ടിയപ്പോൾ ഒരു റീലിനുള്ളതെങ്കിലും എഡിറ്റ് ചെയ്യാന്ന് ഓർത്ത്. കാരണം ബാക്കി ഫുൾ വ്ലോഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇരുന്ന് പറ്റൂല. ഫുൾ വ്ലോഗ് എവിടെയെങ്കിലും സ്റ്റേ എടുത്തിട്ട് നിന്നിട്ടേ പറ്റൂ. മെട്രോ സ്റ്റേഷനിലെത്തേക്കാണ്. സിന്ധി ക്യാമ്പിൽ നിന്ന് ബാഡി ചോപ്പർ അങ്ങനെ ഒരു സ്റ്റേഷനാണ്. ഞാൻ ഇവിടെ നിന്ന് ഹവാമഹലിലേക്ക് പോവാണ്. എനിക്ക് ഈ മച്ചാനാണ് കേട്ടോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തരത്തിലും അറിയേ പോലും ഒന്നും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ഒന്നാണ് എന്നെ ഓരോ സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തുന്നു. അതാണ് ഈ ട്രാവലിൽ എനിക്ക് ഏറ്റവും കിട്ടിയത്. ബേസിക്കലി ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ ചില സമയത്ത് ഞാൻ ഭയങ്കര മണ്ടനാണ്. അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ ഇപ്പൊ മറ്റേ മെട്രോയില് ടിക്കറ്റ് എടുത്ത് എന്നിട്ട് ബാഗെല്ലാം സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇപ്പുറം വഴി പെട്ടെന്ന് ഇറങ്ങി. മെട്രോന്റെ റെയില് കാണുന്നില്ലല്ലോ. ഞാൻ തിരിച്ചു ചെന്നപ്പോഴേക്ക് വീണ്ടും ആ സെക്യൂരിറ്റിന്റെ അടുത്ത് തന്നെ എത്തിയതാണ്. ഞാനത് എന്ത് പണ്ടാരും ഇത് ചുരുളിയാൻ വല്ല കാണാമെന്ന് പിന്നെ കാര്യം മനസ്സിലായത്. ഞാൻ ചെന്നിട്ട് നേരെ സ്കാൻ ചെയ്തില്ലേ, എന്നിട്ട് രണ്ടാമത് സ്കാൻ ചെയ്ത് എക്സിറ്റിലായിരുന്നു. കണ്ടിപ്പോ രണ്ടാമത് വീണ്ടും മെട്രോ എടുത്തു. ഇവിടുന്ന് മെട്രോ ഇറങ്ങി വരുമ്പോഴുള്ള ഒരു വ്യൂ കണ്ട. അയ്യോ പോലീസല്ല. അയ്യോ ഈ പോലീസിനെയാണോ ഞാൻ അവിടെ കണ്ടേ. ഞാൻ ചുരുളി വല്ലത് വേണം. കറങ്ങി തിരിഞ്ഞെല്ലാം തിരിഞ്ഞും പറഞ്ഞ് എവിടെയൊക്കെ എത്തുന്നു ഞാൻ. ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് ഹവാമഹൽ. നേരത്തെ വേറെ എന്തൊക്കെയാണ്, ഇതിന്റെ അകത്തേക്ക് എന്തെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, പോയി നോക്കാം.
ടു ഹവാ മഹൽ. നോക്കാം എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കണമല്ലോ. നോക്കി നോക്കാം. ഇങ്ങനൊരു പഴയൊരു ഒരു പാർപ്പിടം. ഇവിടെ പണ്ടത്തെ തറവാട് വീടുകളില്ല, അതിൻ്റെയൊക്കെ ഒരു അകമ്പോ അല്ലേ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വരുമ്പോ ചെക്കനുണ്ട്, ചെക്കൻ്റെ ബലം പൊട്ടിച്ചതാ. ചില സമയത്ത് എനിക്കിങ്ങനെ ക്രൂര മനസ്സൊക്കെ വരും. ഇങ്ങനെ അവിടെ ഒരു കല്യാണ ഷൂട്ടൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്. രാജസ്ഥാനി സ്റ്റൈലാന്ന് തോന്നുന്നു. ആരാടത്? ടിപ്പു സുൽത്താനോ? വാളെല്ലാം ഉണ്ട്. അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഫോട്ടോ അടിപ്പിക്കുന്നുണ്ട്, കുറെ ഷോപ്സ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഔട്ട് സൈഡ് വെച്ച് കണ്ടപ്പോഴേക്ക് ഭയങ്കര അടിപൊളി. നേരത്തെ ഉള്ളിൽ എന്തോ പാലസ് എന്നൊക്കെ പറയുമ്പോ എന്തോ സംഭവമാണ്. അകത്തേക്ക് കയറിയപ്പോ പുറമേയുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, അകത്തേക്ക് ഒന്നുമില്ല. പണ്ടാരോ പറഞ്ഞ പോലെ പുറമേ ഭംഗിയുള്ളത് മാത്രം അങ്ങനെ എല്ലാം നോക്കിയിരിക്കരുത്. അകമേ ചിലപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല, പൊള്ളയായിരിക്കും. ബിൽഡിങ് കണ്ടില്ലേ, കയറി കഴിഞ്ഞപ്പോഴേക്ക് ഫുള്ള് വലിയൊരു പഴകിയ ഗർത്തം ഗുഹ അങ്ങനത്തെ ഒരു സെറ്റ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ സ്നാക്സ് ഉണ്ടായി. അട്ടാണി മാത്രം എനിക്കറിയാം, അട്ടാണി കടലേ പറയാ, ബാക്കിയൊന്നും അറിയില്ല. പിന്നെ ഞാൻ കഴിച്ച് റിസ്ക് എടുക്കുന്നില്ല. ആലയൊക്കെ മുത്തിതാക്കണ നല്ല രീതിക്ക്. ഞാന് ഇതേ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് പുറമേ നിന്നുള്ള ഭംഗി അകമയിൽ നിന്നുണ്ടാവില്ല. നമ്മളിവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. പോണത് ജൽമഹലിലേക്കാണ്. ഇതേപോലെ തന്നെ ഒരു മഹലാണ്. ബേസിക്കലി ആർക്കിടെക്ട് ഭംഗിയാണ്. പക്ഷെ ഞാൻ നല്ല രീതിക്ക് വില പേശാൻ പഠിച്ചേട്ടാ. പുള്ളിക്കാരൻ്റെ 100 രൂപ പറഞ്ഞതാ, 50 രൂപയോളെന്ന് പറയും. അങ്ങനെ പുള്ളീൻ്റെ അടുത്ത് കയറിയതാ. ഇതാണ് ഇവിടെ ജൽമഹല്. ഞാൻ ഇത്ര ലോങ് വന്നത് ഈ സാധനം കാണാനാണോ? വെള്ളത്തിന് ഈ ഒരു കായലിന്റെ നടുക്ക് ഒരു ചെറിയ ബിൽഡിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയ ഒന്നുമില്ല. പക്ഷെ പണ്ട് കുറെ ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പണ്ട് ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പോയിട്ടുണ്ടാവുമല്ലേ, വഞ്ചി ഉണ്ടാവുമായിരിക്കും. അന്നൊക്കെ ഈസ്തറ്റിക് ആയിരിക്കും. പക്ഷേ അല്ലേ, അങ്ങനെ ചിലപ്പോൾ ഈ ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചതായിരിക്കുമോ, അല്ലെങ്കിൽ എന്തിനായിരിക്കും ഇങ്ങനെ ഈ ചുറ്റും വെള്ളം? ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് ബോട്ടുകാരന് വരാൻ പറ്റിയില്ല, പെരും മഴയൊക്കെ ആണെങ്കിൽ ആ രാജാവ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിന് തൂറാൻ പറ്റിക്കഴിഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യും? ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ എന്നിൽ ഇപ്പൊ ഇങ്ങനെ ഉടലെടുക്കും. ഇനി ഞാൻ സംശയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്താവും. എല്ലാവരും എസ്തറ്റിക് ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ എസ്തറ്റിക് ഫോട്ടോ ഒന്നും ഇല്ല. എന്തേന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൈറ്റില്ലാണ്ടായി പോയി. അല്ലാതെ ഞാനിങ്ങനെ മറ്റേ ഇത് പീസ് അടിച്ചെടുക്കാനെ. ഫോട്ടോക്കാരൊക്കെ കുറച്ച് നൈസാണ് കേട്ടോ ഇവിടെ. മറ്റേ 100 പറഞ്ഞാലും പിന്നെ 50 പറയുമ്പോ കാര്യം പറയുമ്പോഴേക്ക് മനസ്സിലാവണുണ്ട്. ജൽമഹലിൽ നിന്ന് ഞാൻ നേരെ നമ്മ ഹവാമഹലോ ഫസ്റ്റ് കയറിയില്ല, അവിടെ തന്നെ പോകും. അവിടെ നിന്ന് മെട്രോ കയറി തിരിച്ച് മറ്റേ ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് തന്നെ പോവാം. വേറൊന്നുമല്ല. അല്ലെങ്കിൽ നാളെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കണം. പക്ഷെ നാളത്തെ ഇവിടുത്തെ ചൂട് കഴിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ നേരെ ആഗ്ര കയറി ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് മറ്റന്നാള് ട്രെയിൻ എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകാന്ന് ആലോചിച്ചു. രാത്രി ഇതായിരുന്നു എനിക്ക് കഴിക്കാൻ. എന്തോ രാജസ്ഥാനി താലിയാണ്. പുലാവ്, റൊട്ടീസ്, ഗുലാബ് ജാമുൻ, അങ്ങനെ അങ്ങനെ അങ്ങനെ. മാത്രമല്ല ഇതിന് 300 രൂപയാണ്. പിന്നെ ഇത് മേടിച്ച് വേറൊന്നും കൊണ്ടല്ല. എന്റെ 2 ഫോൺ ഓഫാ. എനിക്ക് കുത്തിയിടാണ്ട് വേറെ വഴിയില്ല, അതുകൊണ്ട് മാത്രം. അപ്പൊ ഇന്നെന്തായാലും ഭയങ്കര കടുപ്പേറിയ ഒരു ദിവസമായിരുന്നു. അപ്പൊ ഇനി ഈ ഒരു ചൂട് സഹിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ രാജസ്ഥാനിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ഇനി ഒരു അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അതെന്താന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.